ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആടുജീവിതം എന്ന മൂവിയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഗൾഫ് നാട്ടിലേക്ക് പോയിട്ട് അവിടെ ചതിയിൽപ്പെട്ട് 3 വർഷത്തോളം നരകയാതന അനുഭവിക്കേണ്ടി വന്ന നജീബിന്റെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരാളുടെ റിയൽ സ്റ്റോറിയാണെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മൈലുകളോളം പരന്നു കിടക്കുന്ന മരുഭൂമിയാണ്. രാത്രിയിൽ ആട്ടുംകൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു മനുഷ്യരൂപം പുറത്തേക്ക് വന്നിട്ട് ആടുകൾക്ക് വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കുന്നത് കാണിക്കുന്നു. ഇതാണ് നമ്മുടെ നായകൻ നജീബ്. സീൻ ഇവിടുന്ന് കട്ടായിട്ട് നജീബ് ഈ നാട്ടിലേക്ക് വന്ന സീനാണ് കാണിക്കുന്നത്. നജീബും ഹക്കീമും ബോംബെയിൽ നിന്ന് ഒരുമിച്ചാണ് വണ്ടി കയറിയത്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അവർ ഈ അറബി നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. രണ്ടുപേർക്കും ഭാഷയൊന്നും അത്ര വശമല്ല. ഹക്കീമിന് ചെറുതായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പറയാനറിയാം. അവന് തനിക്ക് അറിയാവുന്ന ഭാഷയിലാണ് അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങി കഴിയുമ്പോൾ അവരെ കൊണ്ടുപോകാൻ അവരുടെ കഫിൽ വരുമെന്നാണ് ബോംബെയിലെ ഏജന്റ് പറഞ്ഞത്. എന്നാൽ അവരവിടെ എല്ലാം തന്നെ നോക്കിയിട്ടും തങ്ങളുടെ പേരെഴുതി ആരും അവിടെ നിൽപ്പില്ല. അവിടെ വന്നിറങ്ങിയ ആൾക്കാരെ എല്ലാം തന്നെ പലരും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ മാത്രം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. സമയം രാത്രിയായി. അവരപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. കുറെ കഴിയുമ്പോൾ ഒരു അറബിയാകട്ടെ അവരെ നോക്കി അതുവഴി പോകുന്നുണ്ട്. അയാൾ തിരിച്ചു വന്നിട്ട് അവരോട് എന്തൊക്കെയോ ചോദിക്കുന്നു. അയാൾ എന്തൊക്കെയോ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഒരേ കമ്പനിയിൽ തന്നെ ഹെൽപ്പേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നജീബും ഹക്കീമും വന്നിരിക്കുന്നത്. അവരുടെ വിസ അടിച്ചിരിക്കുന്നതും അവിടേക്കാണ്. ആ അറബിയാകട്ടെ അവരോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്നും തിരിച്ചു പോകുന്നു. കുറെ കഴിയുമ്പോൾ അയാൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്നും ഇവരുടെ പാസ്പോർട്ട് വാങ്ങുന്നുണ്ട്. തങ്ങളെ തിരക്കി വന്ന കഫീല് ഇയാളെ തന്നെ ആയിരിക്കാമെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ അയാൾ പറഞ്ഞ പ്രകാരം അയാളുടെ വണ്ടിയിലേക്ക് കയറാൻ ചെല്ലുന്നു. മറ്റുള്ളവരെല്ലാം തന്നെ ടാക്സിയിലും നല്ല AC ബസ്സിലുമാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഇയാൾക്കാകട്ടെ നാറുന്നൊരു ട്രക്കായിരുന്നു ഉണ്ടായിരുന്നത്. അയാളുടെ ശരീരത്തിൽ നിന്നും നാറ്റം അടിക്കുന്നുണ്ടായിരുന്നു. ഇതേതോ കാട്ടറബിയാണെന്ന് നജീബ് പറയുന്നുണ്ട്. അവൻ കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചെങ്കിലും അയാൾ എന്തൊക്കെയോ അവനോട് അറബിയിൽ പറയുന്നു. വീട്ടിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ടും അയാൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അയാൾ പറയുന്നത് അവൻ പറയുന്നത് അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആ കഫീലാകട്ടെ അവരെയും കൂട്ടി കുറെ ദൂരം സഞ്ചരിക്കുന്നു. കുറെ കഴിയുമ്പോൾ വലിയ സിറ്റിയെല്ലാം തന്നെ വിട്ടിട്ട് മരുഭൂമിയിലേക്കാണ് അയാൾ പോകുന്നത്. ഒരിടത്ത് ചെല്ലുമ്പോൾ അയാൾ ഹക്കീമിന്റെ പെട്ടിയെടുത്ത് താഴേക്കിടുന്നു. അവനോട് അവിടെ ഇറങ്ങാൻ പറയുന്നു. എന്നാൽ നജീബ് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിലെ ഹെൽപ്പേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വന്നതാണെന്നും ഒരുമിച്ചേ നിൽക്കുമെന്നും. അതൊന്നും തന്നെ കേൾക്കാൻ ആ കഫീല് നിൽക്കുന്നില്ല. ഹക്കീമിനെ നിർബന്ധപൂർവ്വം അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അറബിയെ ഏൽപ്പിക്കുന്നു. അവൻ അവിടെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. നജീബ് ഒരുപാട് എതിർത്തെങ്കിലും അയാൾ അവനെ പിടിച്ച് വണ്ടിയിലേക്ക് തള്ളിക്കയറ്റുന്നു. നജീബിനെ ആകട്ടെ ആടുകളെ വളർത്തുന്ന മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന അറബിയെ ഏൽപ്പിക്കുകയാണ്. നജീബ് ഈ കഫീലിന്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഞാൻ ഈ ജോലിക്കല്ല വന്നതെന്നും കമ്പനി ജോലിക്കാണ് വന്നതെന്നും എനിക്ക് തിരിച്ചു പോകണമെന്ന്. അയാൾ അതൊന്നും കേൾക്കാതെ അവനെ അവിടേക്ക് തള്ളിവിട്ടിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. അവിടെ ആ അറബിയെ കൂടാതെ ആടുകളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദിക്കാരനുണ്ടായിരുന്നു. അയാൾ പുറത്തൊരു കട്ടിലിലാണ് കിടക്കുന്നത്. നജീബിനെ കണ്ടതും മദ്രാസിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, കേരളത്തിൽ നിന്നാണെന്ന് അവൻ പറയുന്നു. അയാൾ പറയുന്ന ഹിന്ദി ഒന്നും തന്നെ നജീബിന് മനസ്സിലാകുന്നില്ല. നജീബ് പറയുന്നത് അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കാട്ടിക്കൊടുക്കുന്നു. അവൻ അവിടെ നിന്നും വെള്ളം കുടിക്കുന്നുണ്ട്. അവിടെ ചുറ്റും ഒട്ടകങ്ങളും ആടുകളുമായിരുന്നു. എവിടെ കിടക്കുമെന്ന് അയാളോട് ചോദിക്കുമ്പോഴേക്കും അയാൾ ഒരിടത്ത് കിടന്നു കഴിഞ്ഞിരുന്നു. നല്ല രീതിയിൽ പൊടിക്കാറ്റടിക്കുന്നുണ്ട്. അയാൾ പുറത്തെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. തനിക്ക് ഇവിടെ കിടക്കാൻ സാധിക്കില്ല എന്ന് അവന് മനസ്സിലായി. അത് കാരണം അവൻ ആ അറബി കിടക്കുന്ന കൂടാരത്തിനുള്ളിലേക്ക് കയറുന്നു. അയാളുടെ തൊട്ടടുത്തായിട്ട് കയ്യിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് വിരിച്ച് അവൻ കിടക്കുന്നുണ്ട്. നജീബ് തന്റെ നാടിനെ പറ്റിയും താൻ ഇവിടെ വരുന്നതിന് മുൻപുള്ള കാര്യങ്ങളെ പറ്റിയും ആലോചിക്കുന്നു. പുഴയിൽ നിന്നും മണൽ വാരുന്ന ജോലിയായിരുന്നു നജീബിന്. അവന്റെ കൂട്ടുകാരന്റെ അളിയനായ കരുവാറ്റ ശ്രീകുമാർ എന്ന ആള് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അയാളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഗൾഫിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ അളിയനോട് പറഞ്ഞൊരു വിസ ശരിയാക്കി തരാന്ന്. അതിനൊക്കെ ഒരുപാട് കാശാകില്ലെന്ന് നജീബ് ചോദിക്കുന്നു. 30,000 രൂപ എങ്ങനെയെങ്കിലും ഒപ്പിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് നജീബിന് തോന്നുന്നുണ്ട്. അവൻ വീടും പുരയിടം പണയം വെച്ചിട്ട് 30,000 രൂപയായിട്ട് അവന്റെ കൂട്ടുകാരന്റെ അളിയനായ കരുവാറ്റ ശ്രീകുമാറിനെ കാണാൻ ചെല്ലുന്നു. വീടും പുരയിടം പണയം വെച്ച കാശാണെന്നും ഇത് ചതിയൊന്നും അല്ലല്ലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. വിശ്വാസമില്ലെങ്കിൽ തരണ്ട എന്ന് അയാൾ പറയുന്നു. അതൊന്നും സാരമില്ല, വിശ്വാസമാണ്, എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയായാൽ മതിയെന്ന് പറയുന്നുണ്ട്. അയാൾ അവന്റെ വിസ കാര്യങ്ങളെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ആ കാശ് വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്റെ വിസ ശരിയായി അവന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നതാണ്. അവന്റെ വൈഫ് സൈനു ആകട്ടെ പ്രഗ്നന്റ് ആയിരുന്നു. സൈനു ഉമ്മയും ചേർന്നിട്ട് അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അച്ചാറും ചിപ്സും എല്ലാം തന്നെ തയ്യാറാക്കുന്നുണ്ട്. സൈനുവിന്റെ 2 സഹോദരന്മാരും ഗൾഫിലാണ്. അവരോട് കുറെ നാളായിട്ട് നജീബിന് വേണ്ടിയിട്ട് ഒരു വിസ ശരിയാക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അവര് മൈൻഡ് പോലും ചെയ്തില്ല. എന്നാൽ ഇപ്പൊ നജീബിന് അവരുടെ സഹായമില്ലാതെ വിസ ശരിയായത് ആലോചിച്ചിട്ട് സൈനുവിന് ശരിക്കും സന്തോഷമുണ്ട്. അവനിതൊക്കെ ആലോചിച്ചുകൊണ്ട് കിടന്നപ്പോ പെട്ടെന്നാകട്ടെ അവന്റെ അടുത്ത് കിടന്ന അറബി അവനെ അവിടെ നിന്നും ചവിട്ടി പുറത്താക്കുന്നു.
ഇവിടെ കിടക്കാൻ പറ്റില്ല എന്നും പുറത്തു പോയി കിടക്കാനും പറയുന്നുണ്ട്. പുറത്ത് നല്ല തണുപ്പാണെന്ന് പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല. അവൻ അവസാനം സാധനങ്ങളെല്ലാം എടുത്തിട്ട് പുറത്ത് കിടന്ന ഒരു പഴയ വണ്ടിയിൽ പോയി കിടക്കുന്നു. രാവിലെ ആടുകളുടെ സൗണ്ട് കേട്ടാണ് അവൻ ഞെട്ടി ഉണരുന്നത്. ഉണർന്നു നോക്കുമ്പോഴാകട്ടെ ആ ഹിന്ദിക്കാരൻ ആടുകളുടെ പാല് കറക്കുകയാണ് ചെയ്യുന്നത്. അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് താൻ നജീബാണെന്നും എവിടെ നിന്നാ വരുന്നതെന്നൊക്കെ പരിചയപ്പെടുത്തുന്നു. ചേട്ടന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് ഞാൻ മറന്നുപോയി എന്നാണ് അയാൾ ഹിന്ദിയിൽ പറയുന്നത്. അയാൾ കറന്നു വെച്ച പാലാകട്ടെ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ആ അറബിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. അവൻ വിചാരിച്ചു അവന് കുടിക്കാൻ കൊടുത്തതാണെന്ന്. അവൻ അതിൽ നിന്നും കുറച്ച് കുടിക്കുന്നു. എന്നാൽ അയാൾ വീണ്ടും പറയുന്നുണ്ട് നിനക്ക് കുടിക്കാനല്ല അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കാനാണെന്ന്. വീണ്ടും ആ പാൽ അതിൽ നിറച്ച ശേഷം അവന്റെ കയ്യിൽ അയാൾ കൊടുത്തുവിടുന്നു. അവൻ അതുമായിട്ട് ആ അറബിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അയാളാകട്ടെ അവന്റെ കയ്യിൽ നിന്ന് ആ പാലെല്ലാം വാങ്ങി കുടിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പോയി പണിയെടുക്കാൻ പറയുന്നു. അയാൾ പറയുന്നതൊന്നും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. താൻ ഈ പണിക്കല്ല വന്നതെന്നും താൻ ചതിക്കപ്പെട്ടതാണെന്നും എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. തന്നെ പോകാൻ അനുവദിക്കണമെന്ന് അയാളുടെ കാല് പിടിച്ച് അവൻ പറയുന്നുണ്ട്. എന്നാൽ അയാൾ ഒന്നും കേൾക്കുന്നില്ല. പോയി പണിയെടുക്കാൻ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്നും ആട്ടിയിറക്കുന്നു. അവന്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് എറിയുന്നു. അവൻ അവിടെ ഇരിക്കുമ്പോഴാകട്ടെ തലേന്ന് രാത്രി അവനെ അവിടെ കൊണ്ടുവിട്ട കഫീല് വണ്ടിയുമായിട്ട് വരുന്നുണ്ട്. അവൻ അയാളുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് തന്റെ അവസ്ഥ പറയുന്നുണ്ട്. അയാളാകട്ടെ ആ വണ്ടിയിലിരിക്കുന്ന സാധനങ്ങൾ ഇറക്കാനാണ് അവനോട് ആവശ്യപ്പെടുന്നത്. അയാൾ അവന്റെ പിറകെ നടന്ന് പറയുന്നുണ്ട് താൻ കമ്പനി പണിക്കാണ് വന്നതെന്നും അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോകണമെന്നും. എന്നാൽ അവർ രണ്ടുപേരും അവൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഓടിച്ചെന്ന് തന്റെ ബാഗിൽ നിന്നും കരുവാറ്റ ശ്രീകുമാറിന്റെ നമ്പർ എടുത്തുകൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഇയാളാണ് തന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയതെന്ന് പറയുന്നുണ്ട്. കഫീലാകട്ടെ ആ നമ്പർ വാങ്ങി നോക്കിയ ശേഷം അത് കീറി കാറ്റിൽ പറത്തിക്കളയുന്നു. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് നജീബ് അതെല്ലാം പെറുക്കി കൂട്ടിയെടുക്കുന്നു. അവനെ ശ്രദ്ധിക്കണമെന്നും അവൻ മിക്കവാറും നമുക്ക് തലവേദനയാകുമെന്നും അവർ പരസ്പരം പറയുന്നുണ്ട്. തുടക്കത്തിന്റെ പ്രശ്നമല്ലേ, കുറച്ച് കഴിയുമ്പോൾ അവൻ എല്ലാം പഠിച്ചോളുമെന്നും ആ കഫീല് പറയുന്നു. അതിനുശേഷം കഫീലും അറബിയും ചേർന്നിരുന്നിട്ട് റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നജീബിനെ അടുത്തേക്ക് വിളിക്കുന്നു. ഇവൻ വിശന്നിട്ടായി ബഹളവും ദേഷ്യമൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലേക്ക് റൊട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും പറഞ്ഞു കൊടുക്കുന്നു. അത് വെള്ളത്തിൽ മുക്കി വേണം കഴിക്കാൻ. മാനസികമായിട്ട് ആകെ തകർന്നിരുന്ന നജീബാകട്ടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ പ്രകാരം ആ റൊട്ടി കഴിക്കുന്നു. അവൻ നോക്കുമ്പോഴാകട്ടെ ആ ഹിന്ദിക്കാരൻ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ നടക്കുകയായിരുന്നു. അവൻ ഓടിച്ചെന്ന് അയാളോട് ചോദിക്കുന്നുണ്ട് മെയിൻ റോഡ് എവിടെയാണെന്ന്. റോഡ് എവിടെയാണെന്ന് അയാൾക്ക് പോലും അറിയില്ലായിരുന്നു. അങ്ങ് ദൂരെ എവിടെയോ ആണെന്ന് അയാൾ പറയുന്നു. അന്ന് രാത്രി ആ പഴയ വണ്ടിയിൽ കിടന്നുറങ്ങാൻ നേരത്ത് അവൻ സൈനുവിനെ പറ്റി ആലോചിക്കുന്നു. നാട്ടിൽ അവർ ഒരുമിച്ച് ചെലവഴിച്ച സമയത്തെ പറ്റി ആലോചിക്കുന്നു. ഗൾഫിലൊക്കെ പോകുന്ന കൊള്ളാം, ഒരു 3-4 കൊല്ലം അവിടെ നിന്നിട്ട് തിരിച്ചു വരണമെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴേക്കും കിളവനും കിളവിയായി പോകും. നിനക്കങ്ങനെ മതിയെങ്കിൽ അത് തന്നെ മതിയെന്ന് അവനും സമ്മതിച്ചിട്ടാണ് വന്നത്. ജനിക്കാൻ പോകുന്ന തങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് പോലും അവർ പരസ്പരം സംസാരിച്ചിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് അവർ ബോംബെക്ക് ട്രെയിൻ കയറുന്നതായിരുന്നു. മലപ്പുറത്തുള്ള ഹക്കീമ അവന്റെ ഉമ്മയുമായിട്ട് ഇവിടെ തന്നെ വന്നിരുന്നു. ഇവർ ഇവിടുന്ന് ഒരുമിച്ചാണ് ബോംബെക്ക് ട്രെയിൻ കയറുന്നത്. ഹക്കീമിന്റെ ഉമ്മ നജീബിനോട് പറയുന്നുണ്ട് അവൻ ആദ്യമായിട്ടാ മാറി നിൽക്കുന്നത്. മോനുള്ള ധൈര്യത്തിലാണ് ഞാൻ അവനെ വിടുന്നത്. അവനെ നോക്കിക്കോണേ എന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു. വീണ്ടും കഥ പ്രസന്റിലേക്ക് വരികയാണ്. അവനാകട്ടെ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരുന്ന വെള്ളം എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ ആ അറബിയാകട്ടെ അവനെ വന്ന് ചവിട്ടുന്നുണ്ട്. ഈ വെള്ളം താൻ കാശ് കൊടുത്ത് വാങ്ങുന്നതാണെന്നും നിനക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ളതല്ലെന്നും പറയുന്നുണ്ട്. താൻ കഴുകാൻ വേണ്ടിയാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ കേൾക്കുന്നില്ല. ഇതെന്താ ഇങ്ങനെയെന്ന ഹിന്ദിക്കാരനോട് ചോദിക്കുമ്പോൾ നിനക്കിവിടെ വെള്ളം ഉപയോഗിക്കാനൊന്നും പറ്റില്ല, അയാൾ വലിയ വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വെള്ളമാണെന്നും നിനക്ക് കഴുകാൻ വെള്ളത്തിന് പകരം മണ്ണാണ് ഇവിടെ ഉള്ളതെന്നും അത് വാരി തേക്കാനുമാണ് അയാൾ പറയുന്നത്. അവിടെ വെള്ളവും കൊണ്ട് വന്ന ഒരാളോട് അവൻ പോയി പറയുന്നുണ്ട് തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടത്തി തരുമോ എന്ന്. അവൻ പറയുന്നതൊന്നും അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നജീബ് ഇയാളുമായിട്ട് സംസാരിക്കുന്നത് ആ കഫീല് കാണുന്നു. നീ എന്താ പോയി പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. താനൊന്നും പറഞ്ഞില്ല എന്ന് അവൻ പറയുന്നു. ദേഷ്യം വന്ന അയാളാകട്ടെ അവനെ ഒരുപാട് തല്ലുന്നു. കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തുകൊണ്ട് വന്ന് അവന്റെ നെറ്റിയിലേക്ക് ആഞ്ഞടിക്കുന്നു. അവന്റെ നെറ്റിയിൽ നല്ല പോലൊരു മുറിവുണ്ടാവുകയും ചെയ്യുന്നു. അവിടെ ഇപ്പോൾ നിറച്ചുകൊണ്ടിരുന്ന വെള്ളം തുളുമ്പി കളയുന്നുണ്ടായിരുന്നു. ആ വെള്ളം അവന്റെ അടുത്തുകൂടെ ഒഴുകി പോകുന്നുണ്ട്. വീണ്ടും അവന്റെ നാട്ടിലെ കഥയാണ് കാണിക്കുന്നത്. സൈനുവും അവനും തമ്മിലുള്ള വിവാഹവും അതിനുശേഷമുള്ള അവരുടെ സന്തോഷകരമായ ജീവിതവും എല്ലാം തന്നെ അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. പതിയെ നജീബിന് ബോധം തെളിയുന്നു. അപ്പോഴേക്കും ആ ഹിന്ദിക്കാരൻ ആടുകളെ കൂട്ടിൽ കയറ്റിയിരുന്നു. അവൻ പോയി അയാളോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര കാലമായെന്ന്. അവന്റെ ആ ചോദ്യത്തിന് അയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, അകത്തുനിന്ന് ആർക്കും പുറത്തു കടക്കാൻ കഴിയില്ല എന്ന്. പിറ്റേന്ന് രാവിലെ അവനാകട്ടെ ആ അറബിയുടെ ബഹളം കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. ആ ഹിന്ദിക്കാരനെ അവിടെ എങ്ങും കാണുന്നില്ല. അവനോട് പോയി പാല് കറക്കാൻ പറയുന്നുണ്ട്. ഹിന്ദിക്കാരൻ എവിടെയെന്ന് അവൻ ചോദിക്കുന്നു. അറബിയാകട്ടെ പെട്ടെന്ന് പോയി ജോലി തീർക്കുക എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു. അവൻ പാത്രവും എടുത്ത് പാല് കറക്കാൻ ചെന്നിരിക്കുകയാണ്. അവൻ ആ ജോലിയൊന്നും നല്ല വശമില്ല.
ഒരു വിധത്തിൽ പാല് കറന്ന് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആടുകളെ മേച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങുന്നു. അതിനിടെ കൂട്ടത്തിലെ രണ്ടാടുകൾ തമ്മിൽ വലിയ പോര് നടക്കുന്നുണ്ട്. തടയാൻ ശ്രമിച്ച അവനെയും ആ ആട് ഇടിച്ചിടുന്നു. ഇതെല്ലാം കഫീല് ഒട്ടകപ്പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു. നീ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അയാൾ വിളിച്ചു ചോദിക്കുന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ആ ആട് വീണ്ടും വന്ന് അവനെ ഇടിച്ചിടുന്നു. അയാൾ അവിടേക്ക് വന്നിട്ട് അവനെ കുറെ ചവിട്ടുന്നുണ്ട്. അവന് ചെറുതായിട്ട് ബോധം വന്നപ്പോ കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ട് വീണ്ടും അവനെ അടിക്കുന്നു. പോയി കൂട്ടം തെറ്റിപ്പോയ ആടുകളെല്ലാം പിടിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അവന് ഒരടി പോലും നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അയാൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ വീണ്ടും തല്ല് കിട്ടും. അവൻ എങ്ങനെയൊക്കെയോ എഴഞ്ഞഴിഞ്ഞ് നടക്കാൻ തുടങ്ങി. അവന്റെ അവസ്ഥ കണ്ട് വിഷമം തോന്നിയ അതിലെ ഒരു ചെറിയ ആടാകട്ടെ സൗണ്ട് ഉണ്ടാക്കി കൂട്ടം തെറ്റിപ്പോയ എല്ലാ ആടുകളെയും വിളിച്ചു കൂട്ടുന്നു. അവൻ അതിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നജീബ് ദിവസവും ആടിനെ കൊണ്ട് മേയ്ക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം അവൻ അവിടെ വന്നിരുന്ന വണ്ടിയുടെ കണ്ണാടിയിൽ തന്റെ മുഖം നോക്കുന്നു. അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അവിടുത്തെ വെയിലും കാറ്റും അടിച്ച് അവന്റെ മുഖം ആകെ കറുത്തിരുണ്ടിരുന്നു. മുടിയും താടിയൊക്കെ വളർന്നിട്ട് അവനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വികൃത രൂപിയായി മാറി. അവൻ മുഖം നോക്കുന്ന കണ്ടിട്ട് ആ കഫീല് വന്ന് ആ കണ്ണാടി എറിഞ്ഞുടയ്ക്കുന്നു. പോയി നിന്റെ ജോലി നോക്കാൻ അയാൾ പറയുന്നു. അവൻ അതിൽ നിന്നും പൊട്ടിയൊരു പീസ് എടുത്തുകൊണ്ട് പോയി തന്റെ താടിയും മുടിയും അറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. താനിവിടെ വന്നിട്ട് എത്ര ദിവസമായെന്ന് അവൻ ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനൊന്നും ഓർമ്മ വരുന്നില്ല. ഇവിടെ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അവന് തോന്നുന്നു. മരിക്കുന്നതാണ് ഇതിലും ഭേദമെന്ന് തോന്നി അവിടെ കണ്ടൊരു പാറകൂട്ടത്തിന് മുകളിലേക്ക് അവൻ കയറുന്നു. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാകട്ടെ കഴുകന്മാർ അവിടെ ഒരു ശവശരീരം കൊത്തിവലിക്കുന്നുണ്ടായിരുന്നു. അതാ ഹിന്ദിക്കാരന്റേതായിരുന്നു. അയാൾ മരിച്ചിട്ട് ദിവസങ്ങളായി. കുറെ നാളുകൾ കഴിഞ്ഞാൽ തന്റെ അവസ്ഥ ഇതാണെന്ന് അവന് മനസ്സിലായി. അന്ന് രാത്രി അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറിന്റെ കുപ്പിയെടുത്ത് മണപ്പിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോണമെന്ന് അവന് തോന്നുന്നു. പിറ്റേന്ന് രാവിലെ ആടുകളെ ഇറങ്ങിയ അവനാകട്ടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഒട്ടകപ്പുറത്ത് ആ കഫീൽ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ അവനെ പിന്തുടരുന്നു. അവനെ കൈയോടെ പിടികൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് അവന്റെ കാല് തല്ലി ഓടിക്കുന്നു. എന്നിട്ട് അവനെ കൊണ്ടുപോയി ആട്ടുംകൂട്ടിൽ കെട്ടിയിടുന്നുണ്ട്. അവൻ എങ്ങനെയൊക്കെ കെട്ടഴിച്ചിട്ട് ആടുകൾക്ക് കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം വന്ന് കുടിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച സീൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവൻ വീണ്ടും ആടുകളെ മേയിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. ഒരു ദിവസം ആകട്ടെ ഐസ് മഴ പെയ്യുമ്പോൾ ആടുകളെയും കൊണ്ട് അവൻ ഒരു ചെറിയ ഗുഹയിലേക്ക് കയറുന്നു. അതിന്റെ ഉള്ളിലൊരു വെളിച്ചം കാണുന്നുണ്ട്. അത് പുറത്തേക്കുള്ള മറ്റൊരു വഴിയായിരുന്നു. അവൻ ആ വഴിയെ കുറെ ദൂരം നടക്കുമ്പോഴാകട്ടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ആ പാട്ട് കേട്ട സ്ഥലത്തേക്ക് അവൻ ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ ദൂരെ നിന്നും ഒരാൾ നടന്നു വരുന്നു. ആരാന്ന് നജീം ഉറക്കെ ചോദിക്കുന്നു. താൻ ഹക്കീമാണെന്ന് അവൻ പറയുന്നുണ്ട്. നജീമിനെ പോലെ തന്നെ അവന്റെയും ശരീരം ആകെ മെലിഞ്ഞുണങ്ങിയിരുന്നു. പരസ്പരം കണ്ടാൽ പോലും തിരിച്ചറിയുന്നില്ല. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നു. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഹക്കീം അവന്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നാൽ കരഞ്ഞുകൊണ്ട് നജീബ് പറയുന്നുണ്ട്, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, നമ്മൾ എങ്ങോട്ട് പോകും? അപ്പോഴേക്കും ഹക്കീമിന്റെ മുതലാളി അവിടെ നിന്നും വിളിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവർ പിന്നെയും കാണുന്നുണ്ട്. ഹക്കീം ദൂരെ നിന്ന് വന്നിട്ട് ഒരു കത്തവിടെ വെച്ചിട്ട് അതെടുത്തുകൊള്ളാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ആ സമയത്ത് നജീബിന്റെ കഫീൽ അവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. അയാൾ കാണാതെ എങ്ങനെയൊക്കെയോ അവൻ ആ കത്തെടുക്കുന്നു. അന്ന് നമ്മൾ കണ്ടതിന് എനിക്ക് ഒരുപാട് തല്ല് കിട്ടിയെന്ന് അവൻ ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ ഈ സ്ഥലത്തേക്ക് പണിക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. ഇവിടെ ഒരു ആഫ്രിക്കക്കാരനുണ്ട്. അയാൾക്ക് ഇവിടെയെല്ലാം നല്ല പരിചയമാ. അവൻ സഹായിച്ചാൽ നമുക്ക് എന്തായാലും രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിയുമ്പം ഹക്കീം ആകട്ടെ അവന്റെ ആഫ്രിക്കക്കാരനായ കൂട്ടുകാരൻ ഇബ്രാഹിമിനെയും കൊണ്ട് നജീബിനെ കാണാൻ വരുന്നു. ഇവിടെ നിന്നും സാധാരണ രീതിയിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ കഫീലിന്റെ മകളുടെ വിവാഹം വരികയാണ്. ആ സമയത്ത് എല്ലാവരും തന്നെ വിവാഹത്തിന് പോകും. നമ്മൾ ജോലിക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാകൂ. ആ തക്കം നോക്കി നമുക്ക് രക്ഷപ്പെടാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ അവർ കാത്തിരുന്ന ദിവസം എത്തി. എല്ലാവരും തന്നെ വിവാഹത്തിന് പോകാൻ വേണ്ടി റെഡിയായി പോയിരിക്കുകയാണ്. തന്നോട് ജോലി എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന അറബിയും പോയി. വർഷങ്ങളായി നജീബ് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് അവന് കുളിക്കണമെന്ന് തോന്നി. അവൻ തന്റെ ഡ്രസ്സെല്ലാം അഴിച്ചിട്ട് വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവന്റെ ശരീരത്തിൽ വെള്ളം വീണ കാരണം അവന് നല്ല വേദനയുണ്ടായിരുന്നു. അവന്റെ പാന്റൊക്കെ എടുത്ത് അവൻ ധരിച്ചെങ്കിലും അതൊന്നും തന്നെ അവൻ ഇപ്പോൾ പാകമല്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു കയറെടുത്ത് അവൻ പാന്റിൽ കെട്ടുന്നുണ്ട്. കൊള്ളാവുന്ന ഒരു ഷർട്ടും എടുത്തിട്ടിട്ട് ആടുകളുടെ അടുത്തേക്ക് ചെന്ന് അതിന് ആഹാരം കൊടുക്കുന്നു. എന്നിട്ട് താൻ പോവുകയാണെന്ന് ആടുകളോടും ഒട്ടകങ്ങളോടും അവൻ യാത്ര പറയുന്നു. അപ്പോഴേക്കും ഇബ്രാഹിമും ഹക്കീമും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ മൂന്നുപേരും ചേർന്നിട്ട് മരുഭൂമിയിലൂടെ യാത്ര തിരിച്ചു. കുറെ ദൂരം പിന്നിട്ടപ്പോ ഹക്കീമിന് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് വെള്ളം കണ്ടെത്താൻ വേണ്ടി അവരൊരു സ്ഥലത്ത് നിൽക്കുന്നു. അവിടെയാകട്ടെ അറബികൾ ഉണ്ടായിരുന്നു. ആരും കാണാതെ പോയി ഇബ്രാഹിം കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. എന്നാൽ അവർ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കള്ളന്മാരാണെന്ന് കരുതി ഇവരെ ആക്രമിക്കാൻ വരുന്നു. തലനാരിഴയ്ക്കാണ് അവർ മൂന്നുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. രാത്രിയിൽ തളർന്ന് അവരെവിടെ കിടക്കുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റും മരുഭൂമി തന്നെ. റോഡ് എങ്ങും കാണാനില്ല. ഇബ്രാഹിം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരും പിറകെ നടക്കുന്നു. വിശപ്പും ദാഹവും അവരെ വല്ലാതെ തളർത്തി. പോകുന്ന വഴിയിലാകട്ടെ നജീബിന് വെള്ളം കാണുന്ന പോലെ തോന്നുന്നുണ്ട്. എന്നാൽ അത് മരീചികയായിരുന്നു.
ഉണ്ടായിരുന്നു. വെള്ളമില്ലാത്തടുത്ത് വെള്ളമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മരുഭൂമിയിലെ പ്രതിഭാസം. അവന്റെ കണ്ണുകൾ പലതവണ അവനെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. ഒരിടത്ത് വെള്ളമുണ്ടെന്ന് തോന്നി ഹക്കീം ഓടിച്ചെല്ലുമ്പോഴാകട്ടെ ചത്തുണങ്ങിയ ഒരൊട്ടകമാണ് അവിടെ കിടക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ തോന്നലാണെന്ന് ഇബ്രാഹിം പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ വീണ്ടും നടക്കുമ്പോഴാകട്ടെ മരുഭൂമിയിലുള്ള പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അനങ്ങരുതെന്ന് ഇബ്രാഹിം പറയുന്നു. അനങ്ങാതെ തന്നെ നിൽക്കുകയായിരുന്നു നജീബും ഹക്കീമും. കുറച്ചു കഴിയുമ്പോൾ ആ പാമ്പുകളെല്ലാം തന്നെ പോകുന്നു. നടന്ന് ക്ഷീണിച്ച അവർ ഒരിടത്ത് കിടക്കുന്നു. പിന്നീട് എണീച്ച് നടക്കാൻ നേരം നജീബിന്റെ കാലുകൾക്ക് തീരെ വയ്യായിരുന്നു. കാലെല്ലാം പൊട്ടിയിട്ടുണ്ട്. അവൻ ഒരടി പോലും നടക്കാൻ വയ്യ. ഇബ്രാഹിം ആകട്ടെ തുണി കീറി അവന്റെ കാലിൽ വെച്ച് കെട്ടി പൊതിയുന്നുണ്ട്. അവർ വീണ്ടും നടക്കാൻ ആരംഭിച്ചു. എത്ര നടന്നിട്ടും റോഡെത്തുന്നില്ല. വിശപ്പും ദാഹവും കൊണ്ട് അവർ ആകെ തളർന്നിരിക്കുന്നു. ഹക്കീം തളർന്നു വീഴുന്നുണ്ട്. ഇബ്രാഹിം അടുത്തേക്ക് ചെല്ലുമ്പം നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. റോഡ് എവിടെയെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. അവസാനം തളർന്ന ബോധം കെട്ട് അവൻ വീഴുകയായിരുന്നു. ഇനി ഒരുപാട് ദൂരം പോണമെന്ന് ഇബ്രാഹിം പറയുന്നുണ്ട്. ഇങ്ങനെ തളർന്നിരുന്നിട്ട് കാര്യമില്ല. അവനും ബോധം വീണു കഴിയുമ്പോൾ അവർ വീണ്ടും യാത്ര തിരിക്കുന്നു. അങ്ങനെ വീണ്ടും മണിക്കൂറുകളോളം അവർ സഞ്ചരിക്കുന്നുണ്ട്. തളർന്നു വീണ ഹക്കീമിനെ എടുത്തുകൊണ്ട് ഇബ്രാഹിം നടക്കുന്നുണ്ട്. ഹക്കീം ശരിക്കും അവശനായിരുന്നു. രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവന് മനസ്സിലായി. റോഡ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. വിശപ്പ് കാരണം അവൻ മണ്ണ് വാരി തിന്നാൻ തുടങ്ങി. കുറച്ചു കഴിയുമ്പോൾ അവന്റെ വായിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. നജീബിന്റെ മടിയിൽ കിടന്ന് ഹക്കീം മരിക്കുന്നു. തകർന്നുപോയ നജീബാകട്ടെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ സമയം മരുഭൂമിയിൽ പൊടിക്കാറ്റ് ആരംഭിച്ചിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്നാ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം പെട്ടെന്ന് തന്നെ നജീബിനെ വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആ പൊടിക്കാറ്റിൽപ്പെട്ട് ഹക്കീമിന്റെ ശരീരം മണലിൽ പൂഴ്ന്നു പോയിരുന്നു. പൊടിക്കാറ്റ് അവസാനിച്ചതും ഇബ്രാഹിം പറയുന്നുണ്ട്, നമ്മളിവിടെ ഇരുന്നിട്ട് കാര്യമില്ല, മുന്നോട്ട് നടന്നേ പറ്റൂ. അങ്ങനെ നജീബിനെയും കൂട്ടി അയാൾ മുൻപോട്ട് നടക്കുമ്പോൾ നജീബിന് തീരെ നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇബ്രാഹിം തന്റെ കാലിലെ ഷൂ ഊരി നജീബിന് കൊടുക്കുന്നുണ്ട്. അവർ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ അവിടെയാകട്ടെ ഒരു പല്ലിയെ കാണുന്നുണ്ട്. പല്ലികൾ അടുത്തുണ്ടെങ്കിൽ അവിടെ വെള്ളമുണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ആ ഊഹം ശരിയായിരുന്നു. കുറച്ചു മാറിയിട്ട് അവിടെ വലിയ പച്ചപ്പും ഒരു വെള്ളക്കെട്ടും കാണുന്നു. നജീബ് ആർത്തിയോടെ ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടുന്നു. എന്നാൽ ഇബ്രാഹിം ആകട്ടെ അവനെ തടയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നീ മരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തുണിയിൽ വെള്ളം നനച്ചിട്ട് അവന്റെ ചുണ്ടുകളിൽ ഒപ്പിക്കൊടുക്കുന്നു. അയാൾക്ക് അവിടെ നിന്ന് ഒരു കുപ്പി കിട്ടുന്നുണ്ട്. അതിൽ വെള്ളം നിറച്ചുകൊണ്ട് അവർ വീണ്ടും നടക്കാൻ ആരംഭിച്ചു. അവിടെ ഒരു പ്ലാസ്റ്റിക് കവർ കിടക്കുന്നു കണ്ടപ്പോൾ ഇവിടെ അടുത്തെവിടെയോ റോഡുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ അവർ വീണ്ടും മുൻപോട്ട് നടക്കുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ചുറ്റും മരുഭൂമി തന്നെയായിരുന്നു. റോഡ് എങ്ങും തന്നെ കാണാനില്ല. നിരാശയോടെ അവർ കുറച്ചു ദൂരം കൂടി നടന്നിട്ട് അവിടെ തളർന്നിരിക്കുന്നു. ക്ഷീണം കാരണം അവിടെ കിടന്നുറങ്ങിപ്പോവുകയാണ്. പിറ്റേന്ന് രാവിലെ നജീബ് കണ്ണു തുറക്കുമ്പോൾ അവിടെ എങ്ങും തന്നെ ഇബ്രാഹിമിനെ കാണുന്നുണ്ടായിരുന്നില്ല. ഒരു കുപ്പിയിൽ വെള്ളവും വെച്ചിട്ട് അയാൾ എവിടേക്കോ പോയിരിക്കുന്നു. ഇബ്രാഹിം പോയി താൻ തനിച്ചായി. ഇനി എന്ത് എന്ന് നജീബിന് അറിയില്ലായിരുന്നു. അവൻ ആ വെള്ളവും എടുത്ത് രണ്ടും കൽപ്പിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ അവനവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അവർ ഇത്രയും നേരം അന്വേഷിച്ച് നടന്ന ആ റോഡ് അത് അവിടെ കാണുന്നു. എങ്ങനെയൊക്കെ നിരങ്ങി ആ റോഡിലേക്കെത്തി അന്ന് രാത്രി മുഴുവൻ അവൻ അതുവഴി പോയ വണ്ടികൾക്കെല്ലാം കൈകാണിച്ചു. എന്നാൽ ഒരു വണ്ടിയും നിർത്തിയില്ല. ബോധം കെട്ട് അവൻ അവിടെ തന്നെ വീഴുന്നു. രാവിലെ വീണ്ടും ബോധം തെളിഞ്ഞപ്പോൾ അവൻ വണ്ടിക്ക് കൈകാണിക്കുന്നു. അവന്റെ അവസ്ഥ കണ്ട് അതുവഴി വന്ന നല്ലൊരു അറബി അവിടെ വണ്ടി നിർത്തുകയും അവനെ എടുത്ത് കാറിലിരുത്തുകയും ചെയ്യുന്നു. എന്നിട്ട് അവന് കുടിക്കാൻ വെള്ളവും നൽകുന്നു. അയാൾ അവനെ കൊണ്ടുപോയി ടൗണിൽ ഇറക്കുന്നുണ്ട്. പുറത്തിറങ്ങി അവനാകട്ടെ ദൈവത്തെ പോലെ അയാളുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്നു. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവൻ അറിയില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി അവൻ. ഒടുവിൽ ഒരു മലയാളികളുടെ ഹോട്ടലിന് മുന്നിൽ അവൻ ക്ഷീണിച്ചവശനായി വീഴുന്നു. അവന്റെ അവസ്ഥ കണ്ട് അവരാകട്ടെ അവനെ എടുത്തുകൊണ്ടുപോയി കുളിപ്പിക്കുകയും അവന്റെ മുടിയെല്ലാം മുറിച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നു. പാസ്പോർട്ടൊന്നും ഇല്ലാത്ത കാരണം അവനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവനെ കുറച്ചു ദിവസം അവരവിടെ കിടത്തി ശുശ്രൂഷിക്കുന്നു. അവിടുത്തെ നല്ലവരായ മലയാളികളുടെ സഹായത്താൽ അവൻ നാട്ടിലേക്ക് വിളിക്കുകയും തന്റെ വൈഫിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സൈനുവിന്റെ സൗണ്ട് കേട്ട് അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അവനൊരു ആൺകുഞ്ഞ് പിറന്നിരുന്നു. പാസ്പോർട്ടൊന്നും ഇല്ലാത്ത കാരണം അവനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമായിരുന്നു. പല കഫീലുകളുടെ അടുത്തു നിന്നും ഓടി രക്ഷപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ സ്റ്റേഷനിൽ വെച്ചിട്ട് പിടികിട്ടാപ്പുള്ളികളുടെ കൂട്ടത്തിൽ ഇബ്രാഹിമിന്റെ ഫോട്ടോ അവൻ കാണുന്നു. അവനെ പോലെ വന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാം തന്നെ അവർ അവിടെ നിരത്തി നിർത്തിയിട്ടുണ്ട്. ജോലിക്കായിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയ ആൾക്കാരെയെല്ലാം തന്നെ അവരുടെ കഫീലുമാര് വന്നിട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. തന്റെ കഫീലും വന്ന് തന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതെല്ലാം തന്നെ ആലോചിച്ച് അവൻ വിഷമിച്ച് നിൽക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അവന്റെ കഫീലും അവിടേക്ക് വരുന്നുണ്ട്. അയാൾ തന്നെ ഇപ്പോൾ അടിച്ചെടുത്തുകൊണ്ട് ഇവിടുന്ന് പോകുമെന്ന് അവൻ മനസ്സിൽ കരുതുന്നു. എന്നാൽ അയാൾ അവന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തൊക്കെയോ പറയുകയാണ് ചെയ്യുന്നത്. അവനൊന്നും തന്നെ മനസ്സിലായില്ല. കൂടെ ഉണ്ടായിരുന്ന
ഉണ്ടായിരുന്ന ആള് പറയുന്നുണ്ട്, ശരിക്കും അയാളല്ലായിരുന്നു നിന്റെ കഫീലും നിന്റെ സ്പോൺസറും. വേറെ ആരുടെ വിസയിലാണ് നീ ഇവിടേക്ക് വന്നത്. നിന്നെ അയാൾ പറ്റിച്ച് ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോയതാണ്. ഇതറിഞ്ഞ നജീബ് ആകെ തകരുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ പാസ്പോർട്ട് എല്ലാം ശരിയായി. അവൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുന്നിടത്ത് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ബെന്യാമിന്റെ ആടുജീവിതം എന്നുള്ള നോവൽ നിങ്ങളിൽ എത്ര പേർ വായിച്ചിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.